മോഹൻലാൽ हेलो एवरीवन, वेलकम टू रिएक्शन स्टूडियो। आई एम सुखदेव, आई एम महादेव। तो दोस्तों, आज हम देखने वाले हैं चित्रम फिल्म को, जो कि 1988 में रिलीज़ हुई थी। इस फिल्म में लीड रोल में हैं मोहनलाल, रंजिनी, लिज़ी, नीलमुदी वेणु, पूनम एंड विश्वनाथ। और दोस्तों, इस फिल्म को डायरेक्ट किया है प्रियदर्शन ने, और उन्होंने इस फिल्म को लिखा भी है। तो बिना किसी देरी के हम इस फिल्म को देखते हैं, लेकिन देखने से पहले आपको याद दिला दूँ, अगर आपने अभी तक हमारे चैनल सब्सक्राइब नहीं किया है तो प्लीज़ सब्सक्राइब कीजिए, और अगर आपको ये वीडियो पसंद आता है तो इसे लाइक ज़रूर कीजिए। सो विदाउट एनी डिले लेट्स वॉच चित्रम। लेट्स वॉच। ओह माय गॉड, इतने सारे अलार्म लगा रखे। ओह घड़ियाँ भी देखो कितनी सारी है। सब घड़ियों में लगा के ला रहे। अच्छा, सुनील आसानी से खुलते नहीं होते। इसने लगा क्यों कैसे लान फिर? उसके हाथ वाली घड़ी में बज रहा है, सब में लगा रखा है। You are out, uncle. ഇതെല്ലാം കൂടെ പെറുക്കി അവർ തോട്ടി കളയും. इसी लड़की लगाते शायद। ഇവർക്കും നഷ്ടപ്പെടാതിരിക്കാനല്ലേ ഞാൻ ഈ രാത്രി മുഴുവൻ കുത്തിപ്പിടിച്ചിരുന്ന് ഇതെല്ലാം അലാറം കൊടുത്തു വെച്ച് കൊച്ചുകാലത്തേക്ക് सभी भी नींद नहीं आ रही। മണി 6 ഈ ഡാഡി എന്താ വിളിക്കാത്തെ? അങ്ങേര് ഭാഗ്യവാൻ. അമേരിക്കയിൽ ഇപ്പൊ സമയം पता इसके डैड कौन है? इसके डैड यूएसए में। കേട്ടിട്ടില്ലേ? പൊന്നുമോക്ക് സുഖാണോ, പൊന്നുമോക്ക് എന്താ വേണ്ടേ ചോദിക്കണ കേട്ടിട്ടില്ലേ? ആ ചോദിച്ചാ കഴിഞ്ഞു. कितनी नींद आ रही। ഒന്നുകിൽ ഓടാം, അല്ല കിടന്നുറങ്ങാം, അല്ലാണ്ട് നോക്കൂ. പട്ടിയായാലെന്ത്, ജനിച്ച സമയം കൊള്ളാം. ഉറങ്ങടാ ഉറങ്ങ, സുഖമായിട്ട്. अच्छा, खुद ले आ रहे अपने साथ। फोन आ रहा है, उनका वेट कर रही थी ना। ഹലോ, യെസ്, അതെ ഡാഡിയുടെ അങ്കിൾ. അദ്ദേഹത്തിന്റെ തടി ഒന്ന് കുറപ്പിക്കാനുള്ള ശ്രമം. चित्रम അല്ല, 10 ആയുള്ളൂ. ബാക്കി വെച്ച് നാളെ ചെയ്യാം. വേണ്ട, ഇപ്പൊ തന്നെ ചെയ്യണം. പിത്ത മുഴുവൻ ഇളകട്ടെ. ഇല്ല, ആരാ പറഞ്ഞത് പോകുന്നു? നിന്റെ തന്ത. എന്തു പറഞ്ഞു? അങ്ങേര് അമേരിക്കയിൽ നിന്ന് വന്നിട്ട് നിന്നെ കൂട്ടി മംഗല്യപ്പുഴ മോള് കല്യാണിക്കുട്ടിക്ക് എന്തിനാ ജോലി? മക്കളും മരുമക്കളും തള്ളയും പിള്ളയും ഒന്നുമില്ലാത്ത ലക്ഷപ്രഭു അഡ്വക്കേറ്റ്. അതുപോലെ തന്നെയാ എനിക്കും. സ്വന്തമായിട്ട് 10 കാശുണ്ടാക്കുന്ന സുഖം ഡാഡിയുടെ കാശ് ചെലവാക്കിയാ കിട്ടില്ല. നീ കല്യാണം കഴിപ്പിച്ച് അവിടെ തമ്പടിപ്പിക്കും. എന്നെ ഈ ദ്രോഹിക്കുന്നതിന് ശിക്ഷയാണ്. ഞാൻ പോവില്ല. എന്താ പോയാല്? മംഗല്യ ദേവിയുണ്ട്, മംഗല്യ പുഴയുണ്ട്, പിന്നെ പിന്നെ എന്റെ അമ്മാവൻ इसका अंकल है दूसरे। हस्बैंड दिखा रहे हैं क्या? यार फिल्म में बताता है। അമ്മടി. അമ്മാമ്മയുടെ ഈ മുണ്ടും ചുബിട്ടോണ്ട് നടക്കുന്നതേ അങ്ങേരെങ്ങാനും അറിഞ്ഞാൽ. അമേരിക്കയിലിരിക്കുന്ന അമ്മാമ എങ്ങനെ അറിയാനാ? ഈ വിവരം കെട്ട ജാതികള് എനിക്ക് അല്പം വില തരുന്നത്. അമ്മയായിട്ട് അതില്ലാതാക്കല്ലേ. അമ്മേ इसकी माँ है ना? പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക. നീ ഇതങ്ങ് ഉറപ്പിക്കണം. ചേട്ട അനിയന്മാരെ 2 പേരുണ്ട്. നമുക്കിത് ഒരുമിച്ച് അങ്ങ് നടത്താം. कुछ बन के तो नहीं जा रहा कहीं पे? നമസ്കാരം. പാസ്. अच्छा, भास्कर है। मुझे लगा उस लड़की का डैड बन के जा रहा है शायद ये।
ड्रामा कर रहा है, ड्रामा कर रहा है. കുട്ടികളെയൊക്കെ കണ്ടു ബോധ്യായി. നമ്മ പണ്ണ പാത്ത എല്ലാവർക്കും പിടിക്കുക എന്നാ പെരിയ അല്ല കൊടുക്കാൻ എന്താ, ഈ ഉള്ളതെല്ലാം ഞങ്ങളുടെയാണ്. മാമ്പുറത്തുകാരാണ് ഈ നാട്ടിലെ തമ്പുരാക്കന്മാർ എന്നറിയാലോ. മാമ്പുറത്തെ മച്ചിൽ ഭഗവതിരിക്കുന്നിടത്തോളം കാലം ഐശ്വര്യത്തിനു മറ്റൊന്നും വേണ്ടെന്ന്. പിന്നെ ഞങ്ങള് പണ്ടേ സ്ഥാനികളാണ്. ആ, എന്റെ അമ്മാമ രാമചന്ദ്ര മേനോൻ, അദ്ദേഹം ഇനി ഇങ്ങോട്ട് വരില്ല. അതെന്താ? അത് അത് ഏട്ടനും ഏട്ടത്തിയും നടത്തേണ്ടി വന്നു. ഏട്ടൻ മരിക്കുമ്പോ ഏട്ടത്തിയുടെ അടുത്ത് തന്നെ അടക്കണമെന്ന് മോഹം കൊണ്ടാ ഇങ്ങോട്ട് വരുന്നില്ലെന്ന് തീരുമാനിച്ചത്. ഗോവിന്ദ, രവി സാറിന് ടേബിളിൽ കൊടുത്തേക്ക്. ശരി. वही लड़की है. अच्छा, शायद ये എനിക്കിനി നീട്ടിക്കൊണ്ടുപോകാൻ വയ്യ. अपने अंकल को बता दो. എന്നെ വീട്ടിൽ അമ്മ ഇരുത്തി പൊറപ്പിക്കുന്നില്ല. പറ്റിയ നാളെ തന്നെ നടത്തണമെന്ന് അമ്മ പറയുന്നത്. ഒരു പൂമാലയുമായി വന്ന് രവിയുടെ കഴുത്തിലങ്ങിട്ടാല് കാര്യം കഴിഞ്ഞു. വഴിക്ക് വാ. ആ ഞാൻ എല്ലാം വിശദമായിട്ട് അവളോട് സംസാരിച്ചോളാം. അവളിങ്ങോട്ട് വന്നോട്ടെ. ഓ ഡാഡി ആയിരുന്നു. സാരമില്ല, കുറച്ച് കഴിഞ്ഞ് വിളിക്കും. ആ എനിവേ കണ്ടുവച്ചിട്ടുണ്ട്. ആരാ? ബുഷ് എന്ന് മറ്റുമാണ് പേര്. ജോലി അമേരിക്കയിലെ പുതിയ അങ്ങേരെ അമേരിക്ക വിലക്ക് മേടിച്ചെന്ന് തോന്നുന്നു. ആ നിന്നെ ഉടനെ അങ്ങോട്ട് അയക്കണം എന്ന് പറഞ്ഞിരിക്കുക. ആ പാസ്പോർട്ട് കാര്യത്തിൽ തുടങ്ങിയേക്കാം. पता नहीं. മോളെ, നിനക്ക് ഇവിടെ വിട്ടു പോകാനുള്ള വിഷമം എനിക്കറിയാം. സത്യം इसके अंकल ആയാലും പോയല്ലേ പറ്റൂ. എന്നെക്കാളേറെ നിന്റെ മേൽ അധികാരവും അവകാശമൊക്കെ അച്ഛനല്ലേ കൂടുതലുള്ളത്. നിന്റെ അമ്മയുണ്ടായിരുന്നു. ഉണ്ടാവില്ലേ ചില മോഹങ്ങളൊക്കെ? കുട്ടി എന്തായി പറയുന്നേ? എന്ത് മോഹങ്ങളൊക്കെ? ഐ വാണ്ട് ടു മാരി ഹിം. गुस्सा हो जाएगा उसके अंकल. फोन काटी उसने. കട്ടി നിന്നെ അറിയിക്കാൻ പറഞ്ഞത് അറിയിക്കേണ്ട കടമയുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. എന്റെ മോള് ജനിച്ച ദിവസം മുതൽ അവൾക്ക് മനസ്സില്ലെങ്കിൽ എന്റെ ഭാര്യയോടൊപ്പം എന്റെ മോളും മരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചോളാം എന്ന് പറയാം. അപ്പൊ അമ്മാമ ഇനി അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല എന്നാണോ? ആണല്ലോ. प्रॉपर्टी चाह रहा അപ്പൊ है എല്ലാ സ്വത്തും എനിക്ക്, അല്ല എല്ലാ സ്വത്തും ഞാൻ നോക്കണം എന്നാണോ? सोच. ये भी इसका भतीजा ऐसा है ना. ആ ചിരിച്ചു. അങ്ങനെ ഓരോന്നോർത്ത് എങ്ങനെയാ ചിരിക്കാതിരിക്കുക. ഏതായാലും ഞാൻ കല്യാണിയെ കാണാം എന്ന് കരുതി മാത്രം വന്നതാണ്. ഞാൻ വകയില് ഇവളുടെ ഒരു അമ്മാവനാണ്. ഇഷ്ടായി. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ച. പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. വിവാഹ കാര്യങ്ങളിൽ क्या बड़कारों से. ഒരു ഇഞ്ച് പോലും കൈകടത്താൻ അവകാശമില്ല. അമ്മാമയുടെ പണത്തിന് നിന്റെ സ്നേഹം വിലക്ക് വാങ്ങാൻ പറ്റില്ല എന്ന് നീ इस फिल्म में भी है. പറഞ്ഞു കൊടുക്കടാ. தம்புறான் தான் இனிமே நம்ம தம்புறேன். நீங்க காட்டுக்குள்ள என்ன பண்ணாலும் எங்க மூப்பன் கேட்க மாட்டான். போய் முடி முறிக்கிறதுக்கு காசு. ചെവിയൊന്നും പറഞ്ഞില്ലല്ലോ. തരണ്ട ചുമതല മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ആരെയും ബോധിപ്പിക്കാനില്ലാത്തതുകൊണ്ട് ഒരു രജിസ്റ്റർ മാരേജിന്റെ ആവശ്യം. എന്താ? कहीं धोखा तो नहीं देने वाला. ഞാൻ എത്തിക്കോളാം. इसको लग नहीं रहा वो. पता नहीं चाहता भी शादी करने की नहीं चाहता. മുടിഞ്ഞു പോയി. ഇന്ന് ആളെ കാണുമേ. മുഹൂർത്തം മുടിച്ചാലും പറവായില്ലേ? मुझे लग रहा नहीं आएगा शायद. ശരി. വഴിയിലെങ്ങാനും വഴി എന്താന്ന്?
देखो लेटर दे दे लेटर छूट दिया उसने। पता नहीं नहीं आएगा कहीं और पसंद करता होगा, क्या पता किसी और। पर उसने ऐसे बेवकूफ क्यों बनाया फिर से? नहीं अबे മോളെ बताओ जरा, ऐसा क्यों किया होगा उसने? दोबारा क्यों नहीं की होगी इसने बाद इससे? ओ നിന്റെ ഡാഡി अब आ വരുന്നു. रहे हैं। അവസാനം തീരുമാനിച്ചു. എനിക്ക് മാപ്പ് ചോദിക്കണം. 2 ആഴ്ചത്തെ ഒരു ഒഴിവുകാലം. മൈ ലാസ്റ്റ് ഹോളിഡേ ഇൻ മൈ ലൈഫ്. എന്റെ മകളും उससे लग रहा है कि शादी हो गई। फोन करके बता देते। എന്താ അങ്കിൾ ഈ പറയുന്നത്? എന്നോട് മാപ്പ് ചോദിക്കാൻ ഡാഡി വരുമ്പോ ഞാൻ എന്ത് പറയും? തിരിച്ചങ്ങോ ചിലപ്പോ അതോടെ ആള് തട്ടിപ്പോയിന്നും വരും. അങ്കിൾ യു ആർ ക്രൂവൽ. എനിക്ക് ഡാഡിയെ ഫേസ് ചെയ്യാൻ വയ്യ. കാണാൻ ആർത്തിയോടെ ഓടി വരുന്ന ഡാഡിയോട് നീ എന്തു പറയും? അവസാനത്തെ ഒഴിവുകാലം നിനക്ക് നിന്റെ അച്ഛന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം. എന്റെ ഡാഡി മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് എനിക്കറിയാം. क्या करेंगे अभी ये बहन? उसके डैड भी आने वाले हैं। ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. അഭിനയിക്കുക. अच्छा ड्रामा ഭർത്താവായി- जोटा सन इन लॉ। അത് നിന്നേക്കാൾ കൂടുതൽ എന്റെ ആവശ്യമാണ്. ഒരമ്മ പെറ്റ മക്കളെ പോലെ കഴിഞ്ഞവരാ ഞങ്ങൾ. ഒരുപാട് അങ്ങനെ പോയത് നിനക്കറിയാലോ. നിന്റെ അച്ഛൻ വളരെ സെൻസിറ്റീവും സെന്റിമെന്റലുമാണ്. അമേരിക്കയിൽ കിടന്ന് തന്നെ സാധുവിനെ നമ്മൾ വേദനിപ്പിക്കണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ എല്ലാം മംഗളമായി നടക്കുന്നുവെന്ന് വിശ്വസിച്ച് അണ്ണൻ സന്തോഷവതി. ഒന്നുകിൽ നീ ഡാഡിയുടെ മുമ്പിൽ വെച്ച് മറ്റൊരു വിവാഹത്തിന് തയ്യാറാവുക. ഇല്ല, ഞാൻ വിവാഹം കഴിക്കില്ല. ഐ ഹേറ്റ് മെൻ. ആ 14 दिन के लिए फेक हस्बैंड कहाँ से टाएंगे ढूंढ के? पैसों के लोग भी मिल जाएगा, है ना? पैसा में करना पड़ेगा किसी को। अच्छा मोहनलाल मोहनलाल Oh my God. You. ये जाएगा वो भयंकर। ओ बचा दे उस आदमी ने। अच्छा ये ड्रामा कर रहा है। ओ भयंकर की। वो नहा रहा था, ऐसे ड्रामा कर रहा था वो। ये भयंकर। वो तो आराम से नहा रहा था, उसे जानता भी नहीं था शायद उस आदमी को। हाँ। वो चोरी करने भाग गया उसके कपड़े। पड़ गई भगवान। क्यों ये उसके पास फालतू है? स्कूटर चला रहा हूँ। वहाँ पर आए देखो। अच्छा बैग भी चोरी किया इसने। ओ पकड़ लिया उसे। എന്തിനാ പിടിച്ചു പറയടത്തേന്. പിടിച്ചു പറയാ? ആര്? എന്തായി പറയുന്നത്? നീ സാഹിബ് തുണിമണം മുട്ടിച്ചത്. അളിയനെ മറ്റാണോ? നീ കാണിച്ച പോകരുത്തതിന് തല്ലുകൊണ്ടത് എനിക്കാ. എന്തിനാ തല്ലാൻ ഭാഗത്തിൽ ചെവിടും കൊണ്ട് സാഹിബിന് മുമ്പ് ചെന്ന് നിന്ന് ആവശ്യമില്ലാത്ത बोल गया जरा पुलिस के पास चलो। जैसे खुद जाएगा पुलिस के पास। അണ്ണോ देखा हाँ इसका ही जानने वाला है वो। ढूंढा उसे। അവിടെ നിൽക്കണ കള്ള. എന്താ വിളിച്ചേ? കള്ളാന്ന്. वो डर भी लग रहा है। ഇവിടെ ആവശ്യമുണ്ട്. സാറിന്റെ കയ്യിലുണ്ടെങ്കിൽ അത് താ. ഇല്ലെങ്കിൽ ഉള്ള സ്ഥലം പറഞ്ഞാ ഞാൻ പോയി മോഷ്ടിച്ചോളാം. ഇനി അഥവാ ആരെങ്കിലും കൊന്നിട്ട് കിട്ടുമെങ്കിൽ അത് പറഞ്ഞാ. 10,000 की जरूरत है।
നിൽക്കാതെ പറഞ്ഞു. നിന്നല്ലേ താൻ എന്ത് ചെയ്യും? അപ്പൊ താൻ കള്ളനല്ലെന്നാണോ പറയുന്നത്? ഞാൻ കള്ളനാവോ അല്ലാതിരിക്കും संदा चार की जरूरत है ऐसे चोर नहीं आई ചോദിച്ചാ മാന്യമായ എന്തും. മോഷണം മാന്യമായ പണിയാണോ? इसको ये कर सकता है अब इसका काम വലിയ കഷ്ടമായല്ലോ. ദേ ഒരു കാര്യം പറയാം, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. ആ രൂപ ഡോ, ओ देखो बोल दे इसने इसी को रखेगा शायद ये ആ അത് ശരി. അപ്പൊ അറിയാല്ലേ? ഞാൻ വിചാരിച്ചു എടോ പണിയുണ്ടെന്ന്. എന്ത് പണി? തനിക്ക് അഭിനയി ായിട്ടും ഇയാൾക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? എടോ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. 1000 रुपए 10,000 पर डे का दे मतलब 1000 ना ഭർത്താവായിട്ട് അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാല് ഒരുമാതിരി ബോറൻ പണിയാ. പിന്നെ ഇയാളുടെ പറച്ചില് കേട്ടിട്ട് മാത്രം സമ്മതിച്ചാ മതി. എന്താ ഇങ്ങോട്ട് മാറിയെന്നാ, ഇങ്ങോട്ട് മാറിയിരിക്കാൻ. क्या देख रहा दर्शन प्रियदर्शन ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം, അവൻ ഇവൻ എന്നൊക്കെ വിളിക്കാൻ എന്നെ ഈ വീട്ടിൽ വേലയ്ക്ക് കൊണ്ടുവന്നൊന്നുമല്ല. പിന്നെ താൻ എന്നെ പെണ്ണു കാണാൻ വന്നു. മര്യാദയ്ക്ക് വളർത്തണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ചുമ്മാ അല്ലേ അവൻ കളഞ്ഞിട്ട് പോയത്. You shut up. ശല്യമായാലും മാറി ഇങ്ങോട്ട്. लड़ाई करने लगी है ഞാൻ പോവാ. അവിടെ നിൽക്കേ. इसके पास ऑप्शन भी है ഇരിക്കും മോനെ. ईगो बहुत है इसमें ഇരിക്കേ. വാ. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. इसको വരും. നീ എങ്ങനെയെങ്കിലും कुछ adjust घंटे ചെയ്യ്. बाद वाले इसको ഒരു 2 ആഴ്ച. അയാളെ കണ്ട ഡാഡി വിശ്വസിക്കോ? അത് ഞാൻ कैसे बैठा हुआ किनारे में बैठ गई और उसको साथ में बैठाएगा ना वो ऐसे हाँ जबरदस्ती बिठा रहा आगे उसके राइट अच्छा എടാ വിഷ്ണു. മംഗല്യപ്പുഴയിലേക്ക് പോകും. ഓ അവിടെ ആവട്ടെ എന്റെ വെക്കേഷൻ. ഓ കമോൺ. ये क्या हो रहा அதனாலதான் சொல்றது இதுவரைக்கும் தம்பரா 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 வந்தாச்சு. ആര്? ओ ये यार सोच रहा हस्बैंड का सही தம்பரா है கேட்டு சொல்றேன். വേണ്ട വേണ്ട വേണ്ട, അമ്മാമ്മയോട് ഒന്നും പറയണ്ട. ഞാൻ കാര്യങ്ങൾ വ്യക്തമായി ചർച്ച ചെയ്ത് നിക്ക് 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 നിക്ക്. എവിടെ ഭർത്താവ്? എവിടെ ഭർത്താവ്? എവിടെ ഇവളുടെ ഭർത്താവ്? എവിടെ? अबे इसे तो पता है दूसरा है बार बार आ അമ്മാമേ, ഇതിലെന്തോ കുനിഷ്ടുണ്ടെന്ന് എനിക്ക് അപ്പേ ആദ്യമേ ബോൾ ദേഗാ. അറിയാമായിരുന്നു. ये तो सच्चाई बता रहा है വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ അണ്ണാ, കല്യാണം കഴിപ്പിച്ച എന്നെക്കാളും കല്യാണം കഴിച്ച ഇവളെക്കാളും നിശ്ചയം എവനാ. കണ്ടോ, അന്നാ മനുഷ്യൻ തലയ്ക്ക് സ്ഥിരമില്ലാണ്ടായാലും ഇപ്പൊ എന്താ ചെയ്യാ? തനിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഇത് ഞാൻ തെളിയിക്കും, പൂ പോലെ പുഷ്പം പോലെ. വിശ്രമി. ആ, ചെല്ല്. കൈമളെ, ഞാനും ഒന്ന് കുളിച്ച് റെഡിയാവാ. അകത്തേക്ക് ചെല്ല്. ഇവിടെ चल के रहा है അമ്മാമയെ പറ്റിക്കാനും എന്റെ തമ്പുരാൻ പദവി തെറിപ്പിക്കാനുള്ള തന്റെ വേലയല്ലേ ഇതെല്ലാം? സത്യം പറയാം. सब कुछ झूठ था ഇത് ഞാൻ തെളിയിക്കും. തമ്പുരാനാവേണ്ടത് എന്റെ ആവശ്യമായി പോയി. उसको कैसे कराऊंगा നല്ല എന്റെ മോളോട് ഞാൻ ചെയ്ത തെറ്റിന് എന്ത് പ്രായശ്ചിത്താണ് ഞാൻ ചെയ്യേണ്ടത്? അണ്ണനൊന്നും ചെയ്യണ്ട.
पैसा मांग रहा കുഞ്ഞിന് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലേ? എന്നാ പോയി കിടന്നോളൂ. रातों की जरूरत पड़ेगी इसे हैं? दिन पूरा होने वाला ना। Good night. हैं? बात क्यों नहीं कर रहा वो? എനിക്കിഷ്ടായി മോളെ, വളരെ ഇഷ്ടായി. അന്തസ്സും ഡാഡി ഒരുപാട് വേദനിപ്പിച്ചു. ഡാഡിയോട് ക്ഷമിക്കണം. 1300 रुपये। टाइम 1000 रुपये भी बहुत होते थे। हाँ 100 के नोट होंगे ना शायद। 9 ഉള്ളൂ. ആദ്യം എണ്ണാൻ പഠിക്കേ. एक नोट था। മതി. ഈ നക്കാപ്പിച്ച ഇടപാടിന് പോകാതെ ഒരു 5000മോ ഓ. ഒരു एक 10,000 साथ सारे पैसे ताकि पूरे भाग एक साथ जाएगा। देना। ഒരു 5000 10,000 ആ, ഒരുമിച്ച് അപ്പൊ തന്നാലേ. പിന്നെ മുങ്ങാൻ സൗകര്യമാണ്. അയ്യേ ഞാൻ പറയാൻ മനസ്സിലായില്ലേ? ഒരു 5,000 തന്നാലേ. बहुत चालाक है हैं? चार एक साथ मिल जाते सारे रुपये तो मैं भाग जाता। अबे वो 100 रुपये देख लिए। शक हो जाएगा अब तो। शक ना हो जाएगा ये। तुरंत छुपा देता रहेंगे। अलमारी में क्या दिख रहा है ये? तो सो गया। അത്രയ്ക്ക് സുഖം. नीचे गिर गया वो, उन्हें दे रही हो बिस्तर पे। ओह, कैसा हो गया पूरे बेड पे। ओ सुन रहे देखो। इनकी नजर में ये है।